ഹായ് കൂട്ടുകാരെ, നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഞാൻ ഇന്ന് ഒരു സാരി ബ്ലൗസ് തയ്ക്കാൻ പോവുകയാണ്. ഈ സാരി ബ്ലൗസ് തയ്ച്ചുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ബ്ലൗസ് തയ്ക്കുമ്പോൾ അതിൻ്റെ ഫിറ്റിങ്ങും ഫിനിഷിങ്ങും എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്കറിയാം അല്ലേ? സാധാരണയായിട്ട് നമ്മൾ വീട്ടിലിരുന്ന് ഇതുപോലെ ദിവസവും ജോലി ചെയ്യുമ്പോൾ തുടക്കത്തിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ആവേശവും താല്പര്യവും ഒക്കെ ദിവസങ്ങൾ കഴിയും തോറും കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മണിക്കൂറുകളോളം ഒരേ ഇരിപ്പിരുന്ന് തുന്നുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണവും നമ്മുടെ മാനസികമായ മടുപ്പും ഒക്കെ ഒരുപാട് സ്വാഭാവികമായ കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ ഈ തയ്യൽ ജോലിയെ വെറും ഒരു ഉപജീവന മാർഗമായിട്ട് മാത്രം കാണാതെ ഇതൊരു മികച്ച കലയായിട്ട് കാണാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമുക്കുള്ളിൽ ഒരു തനിയെ ഒരു പ്രത്യേക ഉത്സാഹം ജനിക്കും. ആ ഉത്സാഹം മടുപ്പില്ലാതെ കൂടുതൽ വരുമാനം നേടുന്ന രീതിയിൽ എങ്ങനെ എപ്പോഴും സ്മാർട്ടായി നമുക്ക് ജോലി ചെയ്യാം, ഇതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഈ ബ്ലൗസ് തയ്ച്ചുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ വിശദമായി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണണം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളിപ്പോൾ എൻ്റെ തയ്യൽ മെഷീൻ കാണുന്നില്ലേ? അപ്പോൾ ഈ മെഷീൻ്റെ ഭാഗത്തെങ്ങും എപ്പോഴും ഞാൻ വളരെ നീറ്റായിട്ടാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ തുന്നാനിരിക്കുന്ന സ്ഥലം എപ്പോഴും വൃത്തിയായും ഭംഗിയായും സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തയ്യൽ മെഷീൻ ഇരിക്കുന്ന ആ ഭാഗത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ അലങ്കോലമായിട്ട് കിടന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രതയും നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് പോലെ ബ്ലൗസ് തയ്ച്ചതിൻ്റെ ബാക്കി വരുന്ന ചെറിയ തുണി കഷ്ണങ്ങളും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത നൂലുകളും ഇതൊക്കെ അപ്പോൾ തന്നെ അവിടുന്ന് മാറ്റിക്കളയണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ, ചെറിയൊരു ചെടി അല്ലെങ്കിൽ നല്ലൊരു സുഗന്ധം പരത്തുന്ന റൂം ഫ്രഷ്നർ ഒക്കെ ആ മുറിയിൽ വെക്കുന്നത് തുന്നാൻ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി നൽകും. നല്ല വെളിച്ചം, വായു സഞ്ചാരവും ഒക്കെയുള്ള ഒരിടത്ത് ആ തയ്യൽ മെഷീൻ ഇടുന്നത് നിങ്ങളുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ ശരീരത്തിനും വളരെ നല്ലതാണ്. അപ്പോൾ ഈ തയ്യൽ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനം നമ്മൾ സമയം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ്. സമയകൃത്യത പാലിച്ചില്ലെങ്കിൽ എത്ര നല്ല തയ്യലാണെങ്കിലും ആളുകൾ വരാൻ മടിക്കും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഉടൻ തന്നെ അന്നത്തെ ആ ദിവസത്തെ ജോലികളെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു ടൈം ടേബിൾ നിങ്ങൾ തയ്യാറാക്കണം. ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കണം. വെറുതെ ഓർത്ത് വയ്ക്കാതെ ഒരു ഡയറിയിലോ കലണ്ടറിലോ ഇത് കുറിച്ച് വയ്ക്കുക. ഇന്ന് ഇത്ര ബ്ലൗസുകൾ തയ്ക്കണം, അല്ലെങ്കിൽ ഇന്ന് ഈ ഡിസൈൻ പൂർത്തിയാക്കണം. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ മുൻകൂട്ടി തന്നെ നിങ്ങൾ നിശ്ചയിച്ച് വയ്ക്കണം. ഒരു ലക്ഷ്യവുമില്ലാതെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ തനിയെ മടിയിലേക്കാണ് വീണു പോകുന്നത്. എന്നാൽ ഇന്നുകൊണ്ട് തന്നെ ഇത് തയ്ച്ച് തീർക്കണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചാൽ, ഞാനിപ്പോൾ ഈ മെഷീൻ തയ്ക്കുന്നത് കണ്ടല്ലേ, അപ്പോൾ അതേപോലെ നിങ്ങളും കൈകളും അതേ വേഗത്തിൽ തന്നെ ചലിക്കാൻ തുടങ്ങും. അതേസമയം നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള വലിയ ലക്ഷ്യങ്ങൾ വയ്ക്കാതെ ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് നിങ്ങൾ റിസ്ക് എടുക്കാൻ നിൽക്കാതെ നിങ്ങളെക്കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്ന മാത്രം ആ പ്ലാൻ ചെയ്യുക. അങ്ങനെ ആ ഒരു രീതിയിൽ കൂടെ നിങ്ങൾ ആ പ്ലാൻ ചെയ്യുക. സമയം ലാഭിക്കുവാൻ വേണ്ടി നിങ്ങൾ തുണി വെട്ടുന്ന ഒരു സമയം മാറ്റുക, തുണി തയ്ക്കുന്നതിന് വേറൊരു സമയം. അപ്പോൾ ഈ തുണി വെട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സമയവും തുന്നൽ മറ്റൊരു സമയത്തുമായിട്ട് നിങ്ങൾ തരംതിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് രാവിലെ മനസ്സിന് നല്ല ഒരു ഫ്രഷ്നെസ് ഉള്ള സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നല്ല ഒരു പോസിറ്റീവായിട്ടിരിക്കുന്ന സമയത്ത് അളവുകളൊക്കെ കൃത്യമായി എടുത്ത് ആ ലൈനിങ്ങും ആ ബ്ലൗസ് പീസുകളെല്ലാം കട്ട് ചെയ്ത് വയ്ക്കുക. ഉച്ചയ്ക്ക് ശേഷം ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം, ഞാനിപ്പോൾ ഇങ്ങനെയാണ്, ഉച്ച കഴിഞ്ഞിട്ടാണ് എൻ്റെ രാവിലത്തെ എല്ലാ ജോലികളും തീർത്ത് ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഈ മെഷീനിലിരുന്ന് തയ്ക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൃത്യതയോടെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ചും ഈ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ ടക്കുകൾ ഇടുന്നതും അല്ലെങ്കിൽ അതിൻ്റെ പൈപ്പിംഗ് ചെയ്യുന്നതും ഒക്കെ ഒരു നല്ല ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്തെങ്കിലും ചെറിയ നമ്മുടെ മൈൻഡിൽ ഒരു ഡിസ്റ്റർബ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും ഇരട്ടിപ്പണിയാകും. അപ്പോൾ ഓരോ ബ്ലൗസും കൃത്യസമയത്ത് നല്ല ഫിനിഷിങ്ങോടെ തുന്നി തീർക്കുമ്പോഴാണ് നമുക്ക് സ്വയം ഒരു അഭിമാനം തോന്നും അല്ലേ? അപ്പോൾ അഭിമാനം ഉണ്ടാവണം. അത് നമുക്ക് അടുത്ത തുണി എടുത്ത് തയ്ക്കുമ്പോൾ അത് നല്ല രീതിയിൽ അത് ചെയ്യാനുള്ള ഒരു വേഗതയെ കൂട്ടിത്തരും. തുടർച്ചയായിട്ട് ഒരേ ഇരിപ്പിരുന്ന് തയ്ച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് ദോഷം ചെയ്യുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നടുവേദനയും കഴുത്തുവേദനയും കണ്ണിന് പുകച്ചിലും ഇതൊക്കെ തയ്യൽക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് ഓരോ തുണി തയ്ച്ച് കഴിയുമ്പോഴും അല്ലെങ്കിൽ കുറച്ച് സമയം ഇടവിട്ട് ആ തയ്യൽ മെഷീനിൽ നിന്ന് എഴുന്നേറ്റ് 2 മിനിറ്റ് കൈകാലുകളെല്ലാം നീട്ടി ചെറിയൊരു സ്ട്രെച്ചിങ് വ്യായാമം ചെയ്യണം.
എഴുന്നേറ്റ് പോയി കുറച്ച് വെള്ളം കുടിക്കണം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിന് പെട്ടെന്നൊരു പുതുജീവൻ നൽകുന്ന കാര്യങ്ങളാണ്. ഈ തുന്നി തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെലഡി പാട്ടുകളോ അല്ലെങ്കിൽ നല്ല ചിന്തകൾ നൽകുന്ന മോട്ടിവേഷൻ സ്പീച്ചുകളോ അല്ലെങ്കിൽ ഓഡിയോ പുസ്തകങ്ങളോ ഇതൊക്കെ നിങ്ങളത് കേട്ടുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ, അതുപോലെ ഈ സംഗീതമൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ തുണി തയ്ച്ചു കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയുകയില്ല, നമ്മൾക്കൊരു മടിയും തോന്നില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് വളർത്തുവാൻ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് മികച്ച കസ്റ്റമർ. ആ കസ്റ്റമർ റിലേഷൻഷിപ്പ് അത് നിങ്ങളെ തേടി വരുന്ന ആളുകളോട് എപ്പോഴും നിങ്ങൾ ഒരു പുഞ്ചിരിയോടെയും ഒരു സ്നേഹത്തോടെയും ഒക്കെ സംസാരിക്കാൻ ശ്രദ്ധിക്കണം. അവർക്ക് എങ്ങനെയുള്ള നെക്ക് ഡിസൈനാണ് വേണ്ടത്, സ്ലീവ് ഏത് മോഡലാണ് വേണ്ടതെന്നൊക്കെ ക്ഷമയോടെ കേട്ട് മനസ്സിലാക്കുക. അവർ പറയുന്ന ഐഡിയാസ് എല്ലാം കേട്ട് മനസ്സിലാക്കുക. സപ്പോസ് അവർ പറയുന്ന ആ ഒരു ഡിസൈൻ തയ്ക്കാൻ തന്നിരിക്കുന്ന തുണിക്ക് യോജ്യമല്ലെങ്കിൽ അത് ഓപ്പണാക്കി പറഞ്ഞ് അവരെ അതൊക്കെ അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ തുണികൾ തയ്ക്കാൻ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ അത് എപ്പോൾ തിരിച്ചു നൽകും എന്നൊരു ഡേറ്റ് നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കണം. ആ പറഞ്ഞ ദിവസം തന്നെ ബ്ലൗസ് തയ്ച്ച് നൽകുവാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുകയും വേണം. ഇത് കസ്റ്റമേഴ്സിന് നിങ്ങളിലുള്ള ഒരു വിശ്വാസത്തെ ഇരട്ടിയാക്കും. അവസാന നിമിഷം വരെ നമ്മൾ നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് തള്ളി നീക്കി നമ്മൾ ധൃതി പിടിച്ച് തയ്ച്ച് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് വലിയ മാനസിക സമ്മർദ്ദവും അല്ലെങ്കിൽ ആ തയ്ക്കുന്ന ആ ഡ്രസ്സിൽ തെറ്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും തുന്നാൻ പറ്റാത്ത അത്രയും ഓർഡറുകളും ഒരുമിച്ച് വാങ്ങി വെക്കുകയും ചെയ്യരുത്. അത് കസ്റ്റമറുമായിട്ടുള്ള ഒരു ബന്ധത്തെ വഷളാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ ആഘോഷ സമയത്തും വിവാഹ സീസണുകളിലൊക്കെ മുൻകൂട്ടി തന്നെ ഈ ബ്ലൗസിൻ്റെ ഓർഡറുകളും ഡ്രസ് ഓർഡറുകളൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഒരു കസ്റ്റമർ തയ്ച്ച വസ്ത്രം വാങ്ങാൻ വരുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ ലൂസോ ടൈറ്റോ വന്ന് അതിൽ നിന്ന് ചെറിയൊരു ഓൾട്രേഷനൊക്കെ അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒട്ടും മുഖം ചുളിക്കാതെ തന്നെ അത് ചെയ്തു കൊടുക്കാൻ നിൽക്കണം. അപ്പോൾ ആ ഒരു നല്ല പെരുമാറ്റം കൊണ്ട് അവർ മറ്റു പലരോടും നിങ്ങളുടെ തയ്യലിനെക്കുറിച്ച് പുകഴ്ത്തി പറയും. പരസ്യം ചെയ്യാതെ തന്നെ പുതിയ ആളുകൾ നിങ്ങളെ തേടിയെത്താൻ ഇത് സഹായിക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ കൂലി വാങ്ങാനും നിങ്ങൾ മടിക്കരുത്. ഒരു സാധാരണ ബ്ലൗസ്, ലൈനിങ് ബ്ലൗസ്, ഡിസൈനർ ബ്ലൗസ് ഇതിനൊക്കെ നിങ്ങളുടെ അധ്വാനത്തിനും നിങ്ങളുടെ കഴിവിനുമുള്ള ന്യായമായ വില ഈടാക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിനും അതിന് ഒരു പരാതി ഉണ്ടാകില്ല. കാരണം നല്ല രീതിയിൽ നല്ല നീറ്റായിട്ട് തയ്ച്ച് തന്നു എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവുക. അപ്പോൾ ആ വരുമാനം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇതിലും ഭംഗിയായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഒരു ഉത്സാഹമാണ് നമ്മളിൽ ഉണ്ടാവുക. നിങ്ങളുടെ തയ്യൽ മെഷീൻ എപ്പോഴും നല്ല രീതിയിൽ പരിപാലിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മെഷീൻ തുടച്ചൊന്ന് വൃത്തിയാക്കി ഓയിലിടണം. തയ്യൽ മെഷീൻ നല്ല സ്മൂത്തായിട്ട് ഓടുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ മെഷീനിൽ എത്ര സ്മൂത്തായിട്ടാണ് തയ്ക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു മെഷീന് അധികം ശബ്ദമൊന്നും ഉണ്ടാകില്ല. നമുക്ക് തുന്നാൻ ഒരു പ്രത്യേക സുഖമായിരിക്കും. അപ്പോൾ അതേസമയം മെഷീൻ ഇടയ്ക്കിടയ്ക്ക് നൂല് പൊട്ടിക്കുകയോ സൂചി ഓടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മൂടപ്പാടെ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള നൂലുകളും സൂചികളും മാത്രം ഉപയോഗിക്കുക. പുതിയ ഫാഷൻ ട്രെൻഡുകളെക്കുറിച്ചും തയ്യൽ രീതികളെക്കുറിച്ചുമൊക്കെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന പുതിയ ടസൽസ് ഡിസൈൻസുകൾ, ബോർഡ് നെക്ക്, എൽബോ സ്ലീവ് തുടങ്ങിയ മോഡലുകളുണ്ട്. അപ്പോൾ നിറയെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കുക. പുതിയ പരീക്ഷണങ്ങൾ നടത്തുമ്പോഴാണ് ഈ ജോലി നിങ്ങൾക്ക് ഒരിക്കലും മടുപ്പായിട്ട് തോന്നില്ല, ഇൻട്രസ്റ്റോടെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെ വെറുമൊരു സാധാരണ തയ്യൽക്കാരായിട്ട് മാത്രം കാണാതെ നിങ്ങൾ സ്വയം നിങ്ങളെ കുറച്ച് കാണാതെ ഒരു ഫാഷൻ ഡിസൈനറായിട്ട് കണ്ട് നിങ്ങൾ സ്വയം അഭിമാനിക്കണം. ഒരു സാധാരണ തുണി കഷ്ണത്തെ ഞാനിപ്പോൾ ഇപ്പോൾ ഒരു സാരിയുടെ ഒരു കഷ്ണം തുണിയായിരുന്നത് ഈ തുണിയെ ഞാനിപ്പോൾ അത് വെട്ടി മാറ്റി ഒരു ബ്ലൗസാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ബ്ലൗസാക്കി മാറ്റി അപ്പോൾ അത് ധരിക്കുന്ന ആ കസ്റ്റമറുടെ മുഖത്ത് വിരിയുന്ന ആ സന്തോഷത്തിന് പിന്നിൽ നമ്മളാണ് അല്ലേ? അപ്പോൾ ഞാനിത് തയ്ച്ച് തീർത്ത്, ഈ ബ്ലൗസ് തയ്ച്ച് തീർത്തു, സാരിക്കും ഫാൾസ് എല്ലാം വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞ് അളവെല്ലാം എടുത്ത് ക്ലിയറാക്കി കറക്റ്റാണെന്ന് മനസ്സിലാക്കി അത് മടക്കി വെച്ച് കഴിയുമ്പോൾ ആ ഒരു വർക്ക് തീർന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിന് നല്ലൊരു സമാധാനമായിരിക്കും. നമ്മളെപ്പോഴും എല്ലാ ജോലികളിലും ഇൻട്രസ്റ്റോടെ നമ്മൾ ചെയ്യണം. നമ്മൾ പറഞ്ഞു കേട്ടില്ലേ, ചെയ്യുന്ന തൊഴിലാണ് നമ്മളുടെ ദൈവം. അപ്പോൾ നമ്മൾക്ക് ആ ദൈവത്തിനും നമ്മളുടെ
എല്ലാ കാര്യങ്ങൾക്കും സമയം മാറ്റി വയ്ക്കുന്നത് പോലെ തന്നെ നമ്മുടെ തൊഴിലിനും സമയവും സന്ദർഭവും മാറ്റി വയ്ക്കണം. നമ്മളെ നല്ല ഉത്സാഹത്തോടെ ഉണർവോടു കൂടിയും നമ്മൾ ആ ഒരു ജോലി ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് അതിൽ കൂടിയുള്ള വരുമാനം നമ്മൾക്ക് ഉപകാരപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ അത് സംതൃപ്തിയോടെ നമ്മുടെ ജോലി നമ്മൾ ചെയ്ത് തീർക്കുക, അതാണ്. അതുപോലെ തന്നെ സ്വയം സ്നേഹിക്കുക, നിങ്ങളുടെ ജോലിയെ നിങ്ങൾ ബഹുമാനിക്കുക. എല്ലാ ദിവസവും പുതിയൊരു ഉന്മേഷത്തോടെ തയ്യൽ മെഷീനിൽ മുന്നിൽ ഇരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ രംഗത്ത് വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും. വീട്ടിലിരുന്ന് തയ്യൽ ജോലി ചെയ്യുമ്പോൾ മടുപ്പ് മാറ്റാൻ നമ്മൾ ഇന്ന് സംസാരിച്ച ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ തയ്യൽ അനുഭവങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. തയ്യൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ ഫാഷൻ ഡിസൈനുകളും തയ്യൽ വിശേഷങ്ങളും അപ്പോൾ ഇനി തുടർന്ന് കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു നല്ല ടോപ്പിക്കും മനോഹരമായ ഒരു ഡിസൈനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.